ഞാൻ ലക്ഷ്മിയുടെ വീട്ടിൽ പോവുക. ലക്ഷ്മിയുടെ വീട്ടിൽ പോവാ. ഞാൻ ഫിലിക്സ് ആയിട്ടാണ് ഗൈസ്. അച്ഛനെ കാണുക 2 വർഷത്തിന് ശേഷം അല്ലേ? അച്ഛൻ ഗൾഫിലായിരുന്നു. അഞ്ചിന് നമ്മുടെ പുറകിൽ നിന്നാണ് വന്നത്. അങ്ങനെ വെച്ച് പിടിച്ച് നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് കയറിയിട്ട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ ബസ് കിട്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അല്ലെങ്കിൽ പിന്നെ വിശക്കുമല്ലോ. കാരണം ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ കയറുന്ന വൈകുന്നേരം എത്തുന്നത് പാതിരാത്രി ആയിരിക്കും. പാതിരാത്രിയല്ല, ഏർലി മോർണിംഗ് പോലത്തെ ഒരു ടൈമിലായിരിക്കും എത്തുന്നത്, 1 മണിക്ക് റേഞ്ചിൽ. നമ്മൾ നടന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നിച്ചേരും നമ്മുടെ യാത്ര. ആര് വാങ്ങിയതാക്കില് വാങ്ങിച്ചത് തിന്നുന്ന ആര്? നമ്മളല്ലേ ലക്ഷ്മി. നമ്മള് ലേഡീസ് കയറാൻ വന്നു. തിരക്ക. അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നു. ഫൈനലി ഒരു ട്രെയിനിൽ ജനറൽ വലിഞ്ഞു കയറിയിട്ടുണ്ട്. അതും മണ്ടക്കറി ഇരിക്കും, കാല് വയ്യ എന്നിട്ടാ കയറി ഇരിക്കുന്നത്. കാരണം നിൽക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അത് ലക്ഷ്മി അവിടെ ആരാ ഉള്ളേ? ഞാൻ അവളെ കളിയാക്കിയതുകൊണ്ട് അവളെ കളിയാക്കാൻ അവൾ ഇട്ട് തന്നിട്ട് ഞാൻ കളിയാക്കിയത്. അത് പറയാം, എൻ്റെ എക്സിനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ ടീം മാറിയിട്ട് 5 കൂടെ ചേർന്നിട്ട് അവളൊരു ക്രഷ് ഉണ്ടെന്ന് അറിയാണ്ട് പറഞ്ഞു. ക്രഷ് അല്ല, ജസ്റ്റ് ഒരു പാട്ടുകാരൻ്റെ വായി നോക്കിയതാണ്. അത് നമ്മൾ പറഞ്ഞ് തിരിച്ച് കളിയാക്കുമായിരുന്നു. വായിന്നോട്ടൊന്നും നമ്മൾ പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നാച്ചുറൽ ബ്യൂട്ടി അഡ്മയർ ചെയ്യുന്നെന്ന് പറയുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ ആര് പാടുന്ന കണ്ടാലും വായി നോക്കലുണ്ട്. അങ്ങനെ ഇന്നൊരു ഫംഗ്ഷൻ ആരോ പാടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ തന്നെ മറന്നു. ഈ സെയിം ആയിരുന്നു ലക്ഷ്മിക്ക് സംഭവിച്ചത്. ലക്ഷ്മി ഇതുപോലെ പാട്ട് പാടുന്ന എൻ്റെ ഇട്ട് കൊള്ളാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ നമ്മൾ സമാധാനം കൊടുത്തിട്ടില്ല. എൻ്റെ ഞാൻ തേച്ച് മജ്ജ കളഞ്ഞു. കാരണം 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മാറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടും പട്ടിയെ പേടിച്ച് വെളി നിൽക്കുകയാണ്. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. പക്ഷേ ഫ്ലോക്ക് നല്ല അടുത്തൊന്നും വരുന്നില്ല, പേടിയുണ്ടെന്ന് മനസ്സിലായ ശേഷം നമ്മൾ ഏർലി മോർണിംഗ് എത്തി. അപ്പോൾ ഞാൻ മേല് കഴുകി ഉറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അമ്മ ഇതൊക്കെ എടുത്ത വീഡിയോ എനിക്ക് പേടിയാ. ഫൈനലി ഞാൻ ലക്ഷ്മി കൂടെ കുളിച്ചു വന്ന ശേഷം ഉറങ്ങാൻ കിടന്നു. പിന്നെ മോർണിംഗ് നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അവിടെ നോക്കുമ്പോഴത്തേക്ക് ലക്ഷ്മി നല്ലപോലെ പണിയെടുക്കുന്നുണ്ട്. എനിക്ക് കപ്പ ചിപ്സ് തന്നത് ഞാൻ കഴിച്ചിട്ട് അതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അത് വ്യത്യാസമായിരുന്നു നമ്മൾ പൊതുവെ കഴിക്കുന്നതിനേക്കാളും. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഫ്ലോക്കിയാണ്. ഈ ഫ്ലോക്കി ഇതെൻ്റെ ഒരു സന്തോഷത്തിന് ഇട്ടാണ് കേട്ടോ, ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മളൊരു കടയിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിട്ട് പുട്ടും കടലയും പപ്പടവും ആയിരുന്നു. പിന്നെ പഴമുണ്ട്. ഇത് ഞാൻ പപ്പടത്തിൻ്റെ ഭംഗി നോക്കി ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. എനിക്ക് നല്ല പൊങ്ങി കുമ്പിളിയുള്ള പപ്പടം വേണം. പിന്നെ അത് കഴിക്കുന്നുണ്ട്. ഇത് പായസം തോന്നും, പായസമല്ല, ഞാൻ കോഫിയുടെ ടേസ്റ്റ് നോക്കുന്നത്. കോഫി ചൂടായതുകൊണ്ട് സ്പൂണിലെടുത്തിട്ട് കുടിക്കുന്നുണ്ട്. നല്ല കോഫി ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോകുന്നുണ്ട്. കാരണം 5 ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. സോ അവർക്ക് വേണ്ടി ചിക്കൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. 5 എന്താ പറയാനുള്ളത്? ഫ്ലോക്കി പേടിയില്ല, എളുപ്പം കെട്ടിപ്പിടിക്കും. വാ വ്ളോഗ് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്താ കുഴപ്പം വ്ളോഗിന്? പറയൂ മിസ്റ്റർ, ഓൾറെഡി വ്ളോഗിൽ വന്നിട്ടുണ്ട് താങ്കൾ, ഓർമ്മയില്ല? കണ്ടില്ലായിരുന്നു ആ വ്ളോഗ്? ഇത് ലക്ഷ്മിയുടെ ചേട്ടനാണ് കേട്ടോ, കാണാത്തവർക്ക് വീണ്ടും. എനിക്ക് ചോക്ലേറ്റ് അതെനിക്കുള്ള പിടിച്ചു വെച്ചിരിക്കുന്നേ, പട്ടിക്ക് അയച്ചൂടാ. അതിനുശേഷം നമ്മൾ ചോറ് കഴിച്ചു എല്ലാവരും കൂടി ഇരുന്നിട്ട്. പിന്നെ പുറത്തു പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. വേറെ ഒന്നുമില്ല കാര്യം. രാവിലെ തൊട്ട് പ്ലാൻ ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത്. അതെവിടെയാന്ന് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എവിടെ പോവാ? മറൈൻ വേൾഡ് ചാവക്കാട്. രാഹുൽ കൊണ്ടുപോകും. ഇത് കുറേ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഇവിടേക്ക് വരാനുള്ള ഐഡിയ എനിക്ക് തന്നത് പ്രിയങ്കയാണ്, എൻ്റെ സ്കൂളിൽ നിന്നുള്ള ഫ്രണ്ടില്ലേ അവള്. നിന്റെ ഐഡിയ എൻ്റെ ഐഡിയ ആയിരുന്നു. എനിക്ക് പറഞ്ഞത് പ്രിങ്കുവിന്റെ ഐഡിയ നമ്മളിവിടെ ഗൂഗിൾ ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ലാർജസ്റ്റ് അക്വേറിയത്തിന്റെ കൂട്ടത്തൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഇച്ചിരി ടയർഡായി പോയിട്ടോ, കുറച്ച് ദൂരം കൂടുതൽ നടന്നിട്ടല്ലോ യാത്ര ചെയ്ത്. എത്ര 1.5-2 മണിക്കൂർ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീണു. എൻട്രൻസിലോട്ട് എത്താനും പിന്നെ കുറച്ചൊക്കെ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് പോകും. അച്ഛനാണ് ഫുള്ള് വ്ളോഗ്. അച്ഛൻ മൈൻഡ് ചെയ്യാണ്ട് പോകുന്ന. നോക്കൂ ഗൈസ്, ഞാൻ അങ്ങനെ കൈ പൊക്കി പിടിച്ചോണ്ട് പോകുന്ന ആ ഫോണ്. ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഇങ്ങനെ പോവാണ്. നോക്കൂ ഗൈസ്, സൈഡ് വലിയ പോലെ തോന്നുന്നു, അമ്മ പെറ്റ മക്കളെ പോലെ തോന്നുന്നു. അതെ ഇരട്ടകൾ.
നടന്ന് നമ്മൾ അവസാനം ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിൽ എത്തുന്നതിന് കുറേ നടക്കണം. അപ്പം ഞാൻ ചേഞ്ച് ചെയ്യട്ടെ, കുറച്ച് കാണിച്ചില്ല. അവർ ഫാമിലി ട്രിപ്പ് പോകുന്നു, നമ്മൾ പുറകെ പോകുന്നു. അല്ല, ഇങ്ങനെ നോക്കുമ്പോഴേ അച്ഛനും അമ്മയുടെയും ഡ്രസ്സ് ഒരേ കോമ്പിനേഷൻ, ലക്ഷ്മിയുടെയും രാഹുലിൻ്റെ ഒരേ കോമ്പിനേഷൻ പോലെ. പുറമൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി കേട്ടോ. ടിക്കറ്റ് നിരക്ക് ജനറലിന് 400, സീനിയർ സിറ്റിസൺ 350, ചിൽഡ്രൻ 280. ഇത് ഈ പ്രൈസിന് വർത്താണെന്നാണ് പ്രിങ്കു പറഞ്ഞത്. എല്ലാം പ്രിങ്കുവിനാ. പ്രിയങ്ക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം തെറ്റാ. അനങ്ങുന്നത് ചെതുമ്പിൽ അനങ്ങുന്ന ജീവനൊക്കെ ഉണ്ട്. കണ്ടോ അത് അഭിനയിച്ചു കിടക്കുന്ന യോഗ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവിടെ ഫ്രീ ആയിട്ട് ഫിഷ് സ്പാ ഉണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഉണ്ടോന്ന് തേപ്പം മനസ്സിലായി. നിങ്ങൾ നഖം ക്ലീൻ ചെയ്താൽ മതി. എൻ്റെ കാല് ആവശ്യത്തിന് വൃത്തിയുണ്ട്. ക്ലിയാവുന്നു. എനിക്ക് ഇത്രയും കപ്പാസിറ്റി ഇല്ല. എൻ്റെ ദേഹം മുഴുവൻ വെക്കളിയാ. ഞാൻ കാല് വെക്കുമ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ അമ്മ പറയുക പെട്ടെന്ന് കാലിട, അല്ലെങ്കിൽ എല്ലാം കൂടെ എൻ്റെ അടുത്ത് വരുമെന്ന്. നല്ലതാ. എനിക്ക് അഞ്ചനയ്ക്ക് മാത്രം പ്രശ്നം. കഴിക്കടിച്ചവരൊക്കെയാവും. ലക്ഷ്മിത ഇങ്ങനെ ഇരിക്കുന്നു, അഞ്ജനത ഇങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. കാലിൽ പാട് മുറിഞ്ഞത്. മതി. ലക്ഷ്മി മാത്രമുണ്ട് നമ്മുടെ കൂടെ വന്നിട്ട് സ്പാ യൂസ് ചെയ്യുന്ന ആള്. എൻ്റെ ആംഗ്യഭാഷ നിങ്ങൾ ഡീകോഡ് ചെയ്തോ? കേൾക്കാമോ എന്ന് ചോദിക്കുന്നത് കേട്ടില്ലേ എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഫോണിൽ പിക്ചർ എടുക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുന്നതാണ്. നമ്മളോട് വെയിറ്റ് ചെയ്യേണ്ടി വന്നതിന് കാരണം നമ്മുടെ കാറിൽ ആരോ കൊണ്ട് കാർ ഇടിച്ചു. പിന്നെ അത് ശരിയായി കേട്ടോ, അവർ കോമ്പൻസേഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഇവിടെ പറഞ്ഞ ഡയലോഗ് മാറ്റിക്കളയുന്നു. പാർക്ക് ചെയ്തിരുന്ന കാറായിരുന്നു. അതിൽ അവർ മക്കൾ വണ്ടി ഇരുന്ന് കളിക്കുക അങ്ങനെ ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കാണ്ട് വണ്ടി എടുത്തപ്പോൾ ഇടിച്ചതായിരുന്നു. സോ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ അവർ കോമ്പൻസേഷൻ തരികയൊക്കെ ചെയ്തു. സോ ആ പ്രശ്നം അങ്ങ് സോൾവ് ആയി. ബട്ട് കുറേ ടൈം നമുക്ക് അങ്ങനെ വേസ്റ്റ് പോയി. അതാ പ്രശ്നമായത്. എന്തായാലും നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഇവരൊന്നിച്ച് ഫോട്ടോ എടുക്കാറില്ല. സോ നിർബന്ധിച്ച് നിർത്തിയതായിരുന്നു. പിന്നെ മീനൊക്കെ കണ്ട് നടക്കുന്ന വഴിക്ക് ലാസ്റ്റ് ഇത് നോക്കി രണ്ട് കൈയല്ല നമ്മുടെ പല്ലിയെ പോലെ ഇരിക്കുന്ന മീനായിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടണലിൻ്റെ അവിടെ കയറുന്നുണ്ട്. ടണൽ ഞാൻ മുമ്പും കാണിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഫസ്റ്റ് ഇടുന്നപ്പോഴത്തേക്കും ഇവിടെ നമ്മൾ ഒത്തിരി പിക്ചർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ച് സ്വന്തമായിട്ട് ട്രോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അക്കൗണ്ട് ഞാനിപ്പോൾ പ്രൈവറ്റ് ആക്കി. കാരണം അറിയാമോ, ഞാനത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക് ആക്കി വെച്ചിരുന്നതാണ്. പക്ഷേ എനിക്കിവിടെ വന്ന ഇഷ്ടം ഒന്നും നടക്കുന്നില്ല. സോ ഞാൻ പിടിച്ച് പ്രൈവറ്റ് ആക്കി വെച്ച ആ അക്കൗണ്ടിനെ ഇനി കോഴ്സ് കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പബ്ലിക് ആക്കുന്നതാണ്. പിന്നെ മീനൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് ലക്ഷ്മിയും അഞ്ജനയും പോയി. ദേ ഈ രണ്ടുപേരും എവിടെയൊക്കെയോ പോകുന്നുണ്ട്. എവിടെ പോകുന്നേ? 60 ഊട്ടിയോ? സ്വെറ്ററൊക്കെ എടുത്തോ? ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കും. അതിൻ്റെ വീഡിയോ എടുക്കും. അപ്പോഴോ പബ്ലിഷ് ആക്കും. 16 ഡേയ്സ് സിനിമ ഉണ്ടായിരുന്നു. അതിന് സെപ്പറേറ്റ് നമ്മൾ പൈസ അടച്ച് കയറണം. ഞാനതിന് പോയില്ല. കാരണം വികലാൻഡിലൊക്കെ പോയപ്പോൾ നമ്മൾ പണ്ട് കയറിയിട്ടുണ്ടല്ലോ. പുറത്ത് നിന്ന് നമുക്ക് അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ലക്ഷ്മി എങ്ങനെ ഉണ്ടായിരുന്നു? പേടിച്ചില്ലേ നീ പേടിച്ചത് അറിഞ്ഞ് ഒരാൾ വേർത്ത് കുളിച്ചൊക്കെ വരുന്നു. ലക്ഷ്മി ഓൾ ദ ബെസ്റ്റ്. വരണേ. ഞാൻ കരുതി ഒരുപാട് ടൈമൊക്കെ എടുക്കുന്നു. പക്ഷെ ഇത് ഭയങ്കര ഈസി ആയിരുന്നു, സിമ്പിളായി. പൈസ കൊടുത്ത് കയറുന്നതിന് ഇതൊന്നും വರ್ತല്ല. എക്സിറ്റ് ഇവിടെ അടുത്തുണ്ട്. എന്താ? അല്ല, ആ തുറന്നിട്ട് അവിടെ അതിന്റെ ഇപ്പുറത്തെ എക്സിറ്റ് എന്ന് തോന്നുന്നു. ലെഫ്റ്റിലോട്ടാ. നീ ഇപ്പൊ എങ്ങനെ നിക്കുന്നത്? സൗണ്ട് കേൾക്കുന്ന ഡയറക്ഷനിലാണോ നിക്കുന്നത്? അവിടെ നിന്നോ, നമുക്ക് നാളെ പോവാം. അപ്പുറത്തെ ഡോറിൽ കൂടെ വാ. അല്ല, അത് ഡോറ് പിന്നെയും കാണൂടി മിറർ വഴി. തട്ടി നോക്ക്. നമുക്ക് വീട്ടിൽ പോവണ്ടേ? തുറന്നോ?
തുറന്നോക്ക്. തള്ളിക്കോ, നീ ഗ്ലാസ് പോയി തള്ളു. ഓ ഇത്രയും വിളിച്ചു ചോദിച്ചിട്ടാ എത്തിയത്. അയ്യേ ലക്ഷ്മിയുടെ നാണക്കേട് എന്റെ. നിങ്ങൾ ആദ്യം അപ്പുറം എത്തിയേ? അപ്പുറം അല്ലേ എത്തിയേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് കാറിൻ്റെ ഡാമേജ് ആയ ഭാഗം. പക്ഷേ അവർ നമുക്ക് പൈസ തന്നിട്ടുണ്ട് പണി നടത്താൻ വേണ്ടിയിട്ട്, എക്സ്ട്രാ തന്നിട്ടുണ്ട്. ബാക്കി കൊടുത്താൽ മതി നമുക്ക് തിരിച്ച്. വീട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്ന സ്നാക്ക്, പിന്നെ ഇടയ്ക്കൊരു ചായക്കടയ്ക്കൊരു ചായയൊക്കെ കുടിച്ച ശേഷം നമ്മൾ കൊടും മഴയത്ത് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തിച്ചേർന്ന് നല്ല ബുദ്ധിമുട്ടായി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വന്ന ശേഷം ഞാൻ കുളിച്ച് റെഡിയായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. കുളിച്ചില്ല, മേലെ കഴുകിയിട്ട്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ പോവാണ്. കഥയൊക്കെ പറഞ്ഞ് ഈ ദിവസം ഉണ്ടല്ലോ നമ്മൾ നല്ലോണം കത്തിയടിച്ച് ഒട്ടും ഉറങ്ങിയില്ല. ഇത് നെക്സ്റ്റ് ഡേ ആണ്. എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും 10 മണി എന്തോ ആയെന്ന് തോന്നുന്നു. ലക്ഷ്മി ദോശ പല മാവിൽ ചുട്ട് നോക്കുന്നു. ഞാൻ പിന്നെ ചൂട് മുരുകുരു ദോശ കഴിക്കാൻ ഇഷ്ടമായിട്ട് അത് കഴിച്ച് നോക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യായിരുന്നു. ദീപാവലിയുടെ വീഡിയോ ഓൾറെഡി വന്നില്ല, അത് എഡിറ്റ് ചെയ്യായിരുന്നു. പിന്നെ കപ്പ ചിപ്സ് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റ് അവിടത്തേന്. ഇതാണ് എൻ്റെ മുറി. നമ്മളിവിടെയാണ് കിടന്നത്. ഫസ്റ്റ് ഡേ ഒരു കോമഡി കിടന്ന്. എൻ്റെ അടുത്ത് ആരും കിടക്കാറില്ല ചോട്ടും തൊഴിയും പിടിച്ചിട്ട്. എന്നിട്ട് എൻ്റെ വീട്ടുകാർ പോലും കിടക്കാൻ ധൈര്യം കാണിക്കില്ല. ഞാൻ രാവിലെ ഉണർന്നപ്പോൾ ഒരു കൈ എൻ്റെ അവിടെ എന്താന്ന് പറഞ്ഞ് ഞെട്ടി ഉണർന്നപ്പോഴത്തേക്കും ലക്ഷ്മി പിന്നെ അതുകൊണ്ട് ഇന്നലെ ഇടയ്ക്ക് തലയണ വെച്ചിട്ടാണ് കിടന്ന്. ഞെട്ടുണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാനാ അല്ലെങ്കിൽ അടി കിട്ടിയ അടുത്ത സെക്കൻഡിൽ. ഉച്ചത്തേക്കുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് പുറത്ത് പോകാറുണ്ട്. സുനിൽ മഞ്ഞക്കുപ്പായൊക്കെ ഇട്ട് റെഡിയായി. ചുമ്മാ അപ്പുറം പോകാനാണ്. സൂപ്പ് അതെനിക്ക് കൊളാബറേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു അവരെനിക്ക് ബാഗ് അയച്ചു. എനിക്ക് ബാഗ് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഒന്നും എടുക്കാത്ത, എനിക്ക് ഇവിടുത്തെ കാര്യം അവിടുത്തെ എല്ലാം കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പാടില്ല. പിന്നെ അവരെന്തെങ്കിലും തലതിരിച്ച് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അടുത്ത അടി ഉണ്ടാക്കാതിരിക്കണം. കാരണം എനിക്ക് ഇന്ന സ്റ്റാൻഡുണ്ട്, ഈ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ മാറില്ല. ഞാൻ വീട്ടിൽ പപ്പടവും സാമ്പാറും മാത്രം കഴിക്കും ചോറിൻ്റെ കൂടെ. എനിക്കിഷ്ടം. ഞാൻ ചിക്കൻ ഇങ്ങനെ വെച്ചാ അല്ല, ഫസ്റ്റ് പ്രിഫറൻസ് പരിപ്പ് കറി പപ്പടം, നമ്മുടെ സദ്യയിലെ പരിപ്പ് കറി. സെക്കൻഡ് അല്ല സീ ഫുഡാണ്. അത് മമ്മി വയ്ക്കുന്ന സീ ഫുഡൊക്കെ എനിക്കിഷ്ടം. ഫസ്റ്റ് ഞണ്ട്, പിന്നെ കൊഞ്ച്, പിന്നെ ചിപ്പി കല്ലുമ്മക്കായ എന്ന് പറയില്ല, അത് മമ്മി ഇങ്ങനെ കൂട്ടാൻ വയ്ക്കും. അത് പിന്നെ കണവ, കട്ടിൽ ഫിഷ്, അത് കഴിഞ്ഞിട്ട് കഴിക്കും. പക്ഷെ കൊഞ്ച് വാങ്ങിച്ചുള്ള പ്രശ്നം എന്നറിയാമോ? ഞാൻ വൃത്തിയാക്കണം. പതുക്കെ ഇരുന്ന് വൃത്തിയാക്കിക്കൊള്ളാൻ പറയും. അപ്പൊ ഇതിന്റെ എന്നാലും ഞാൻ വാങ്ങിക്കും, തളരില്ല ഞാൻ. അല്ല, കൊഞ്ച് സ്പീഡ് വൃത്തിയാക്കുമ്പോ കൈ ഇങ്ങനെ കുത്തും, അതിന് സാധനം കയറിയാം. ഫസ്റ്റ് ഞാൻ ലക്ഷ്മിയുടെ വലിയമ്മയുടെ വീട്ടിലാണ് പോയത്. മടിച്ചാണ് പോയത്. കാരണം ഞാൻ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് കംഫർട്ടബിൾ അല്ലല്ലോ. അങ്ങനെ ഇപ്പൊ പറഞ്ഞത് പറ. ഗ്രീൻ മാംഗോ ജ്യൂസ്, ബാക്കി പച്ചമാങ്ങ ജ്യൂസ്. എന്താ പറയാ? എന്റെ വലിയച്ഛന്റെ വീടാണ്, ലക്ഷ്മിയുടെ വലിയച്ഛന്റെ. നമ്മളിവിടെ ഇങ്ങനെ വന്ന് എനിക്കറിയില്ല, ഞാൻ കൂടെ ഡ്രില്ല് കൊടുക്കാൻ വന്നേ. അപ്പൊ എല്ലാം അങ്ങനെ സംസാരിച്ച് വലിയച്ഛനെ കുറച്ചു നേരത്തേക്ക് കണ്ടു. രാഹുൽ വേറെന്തോ പറയുന്നുണ്ടായിരുന്നു. ഇതൊരു കൊള്ളപ്പച്ചപ്പ്. ഈ പച്ചമാങ്ങ ജ്യൂസ് ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ജ്യൂസ് വേണ്ടെന്ന് പറയുമായിരുന്നു, കാരണം കുറച്ച് മുമ്പ് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. എന്നിട്ട് കുടിച്ചിട്ട് ഈ കഴിക്കാൻ കിട്ടിയ സാധനം നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്റെ തല കാണുന്നില്ല. അതെന്താ? അതാണ് ഞാൻ തിരുനാളെ കാണാൻ പാടില്ല. മഞ്ഞ് മാച്ച് ജ്യൂസ് മാച്ച് ഇതൊക്കെ ആക്കിയാലോ? ഇഷ്ടം അപ്പൊ ചെയ്യില്ല. ഇതെന്റെ ഇഷ്ടം, ഇത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, എനിക്ക് ഇഷ്ടമുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. വിശ്വസിക്കണ്ട. ഫുഡ് പോട്ടെ. ഇവിടെ എന്താ പറയുക? എനിക്ക് ഏറ്റവും ഇഷ്ടം അതിന്റെ ഡ്രസ്സിന് മാച്ചിനാണെന്നുള്ളതാണ്. ഇതിന്റെ കറക്റ്റ് മഞ്ഞ. ഞാൻ ഈ ഡ്രസ്സ് ഇപ്പൊ കോളേജ് ഇടാറില്ല. ഇതൊന്നും ഇട്ടാണ് എന്നെ പൊക്കിയിട്ടുണ്ട്. ഇത് ലേറ്റ് ആവട്ടെ. എന്നെ സാറ് പൊക്കി തരുന്ന ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പദം കൊണ്ടിട്ടില്ല. അരച്ച് നിൽക്കല്ലേ, കൂട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിക്കും.
മെയിനായിട്ട് പുറത്തിറങ്ങിയത് നട്ട്സ് വാങ്ങിക്കാനാണ്. കാരണം ഉണ്ടല്ലോ, ഞാൻ നട്ട്സും പാലും സ്ഥിരം എൻ്റെ ഫുഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ നട്ട്സ് കഴിക്കുന്നത് നിർത്തിയപ്പോഴത്തേക്ക് എനിക്ക് കാലിന് നല്ലോണം പ്രശ്നം തുടങ്ങി. നട്ട്സും പാലും ഇല്ലല്ലോ ഇപ്പോൾ. എനിക്ക് ജോയിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ അത് വെച്ച് യോഗ ചെയ്യാൻ നോക്കി. അപ്പോൾ പിന്നെ എക്സ്ട്രാ പ്രശ്നമായി. എനിക്കിപ്പോൾ നല്ല വേദനയുള്ളൊരു സമയമാണ്. ഇപ്പോൾ കുറയുന്നുണ്ട് കുറച്ചായിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു മോളിൽ പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ പക്ഷേ പറഞ്ഞു ഇവിടെ തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് പോകണ്ടെന്ന്. നമ്മുടെ ലക്ഷ്മിയുടെ അച്ഛൻ വെച്ച ഫുഡാണ് കേട്ടോ ഇത്. മാക്രോണി ഈ ഫിഷൊക്കെ ഇട്ടിട്ടുള്ളതാണ്, ടൂണ ഫിഷൊക്കെ ഇട്ടിട്ടുള്ളത്. എന്നെപ്പോൾ ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ലൈഫിലെ കുഞ്ഞു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു എനിക്ക് നൈറ്റ് ഡ്രൈവ് പോകണമെന്ന്, പിന്നെ നൈറ്റ് സീ കാണാൻ പോകണമെന്നുള്ളതും, അതുപോലെ നൈറ്റ് ഡ്രൈവിൽ പാട്ടൊക്കെ പാടി ചില്ല് ചെയ്ത് പോകണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് രണ്ട് നടന്ന ദിവസമായിരുന്നു നിന്ന്. കൂടാണ്ട് ഈ പെരും മഴയത്ത് തണുപ്പത്ത് ഐസ്ക്രീം വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. എന്തായാലും തൊണ്ട പണി കിട്ടിയില്ല അന്ന്. ഫൈനലി ബീച്ചിലെത്തി. ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം നല്ല മഴയാണ്. അതുകൊണ്ട് വേലിയേറ്റമൊക്കെ ഉണ്ട്. നമ്മൾ അതിൽ ഇറങ്ങുന്ന നല്ല റിസ്ക്കാണ്. ഒരു കുഞ്ഞ് ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. സോ നമ്മൾ അതിൻ്റെ മണ്ടയിൽ കയറിയിരുന്നു. നല്ല മഴയായതുകൊണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ഇങ്ങനെ അവിടെ നിന്നിട്ട് കടലൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഉറങ്ങി വീണിട്ടിരിക്കുക. നമ്മൾ വന്നിട്ട് ഇന്ന് വരെ റെസ്റ്റ് എടുത്തിട്ടില്ല. രാത്രി 4 മണി വരെ നമുക്ക് കാര്യം പറയാനുണ്ട്. 4:30 വരെ ലൈറ്റ് അണച്ച് പരദൂഷണം. എൻ്റെ മനസ്സിലെ ഭാരമൊക്കെ ഇറക്കി വയ്ക്കായിരുന്നു. നല്ല ഊള കട്ടനം കുടിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് നേരെ വീട്ടിലെത്തിയിട്ട് മേലൊക്കെ കഴുകിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നമുക്ക് നേരെ ഹോസ്റ്റലിലോട്ട് തിരിച്ച് വരാനുണ്ട്. അപ്പോൾ മോർണിംഗ് കട്ടൻ കുടിക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ റെഡിയായി മേല് കഴുകിയിട്ട്, കാരണം ഹോസ്റ്റലിലോട്ട് വരണമല്ലോ. ഞാൻ അസൈൻമെൻ്റൊക്കെ എഴുതാൻ കളർ പെന്നും പേപ്പറും ഒക്കെ ആയിട്ട് വന്നേ, പക്ഷെ ഒന്നും നടന്നില്ല. നേരെ അതുപോലെ കെട്ടിപ്പൂട്ടി പോവാം. ദെൻ കഥ പറഞ്ഞിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഥയൊക്കെ കുറച്ച് കേട്ടോളൂ. ഞാൻ വിത്തൗട്ടാണ് വീട്ടിൽ കുടിക്കുന്നത്. പിന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട കിട്ടുവായോണ്ട് ഞാനിപ്പോൾ അത് കുടിക്കും. കാരണം അല്ലെങ്കിൽ ചോദിക്കും ഇത്ര ചെറുതിലെ ഷുഗറാ. ആക്ച്വലി ഞാൻ ശീലിച്ചോണ്ട് അങ്ങനെ കുടിക്കൊണ്ടിരുന്നത്. എങ്കിലും അവരങ്ങനെ പറയും. മീൻസ് ഞാൻ ചെറുതായിട്ടല്ലേ തോന്നിക്കുള്ളൂ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ. അപ്പോൾ എല്ലാവരും ഡാഡിയുടെ അടുത്തൊക്കെ ചോദിക്കും ഇത്ര ചെറുതിലെ ഷുഗറോ എന്ന് ചോദിക്കും. ഡാഡി മൈൻഡ് ചെയ്യില്ല, എനിക്ക് മറ്റേ തന്നെ വാങ്ങിച്ചു തരും. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങുമ്പം ചിലപ്പോഴേ വിത്തൗട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ എല്ലാം കുടിക്കും. എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് പഞ്ചസാര ഇട്ട് ആദ്യമായിട്ട് ഹോസ്റ്റലിൽ പോയി കിട്ടുമ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുടിച്ച് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പ്രിഫറൻസ് വിത്തൗട്ടാണ്. കുഞ്ഞു വലിയ മറ്റേ ചെടിയുള്ള വീട്ടില്, മീനും ചെടിയുള്ള വീട്ടില്. ഞാൻ രണ്ടിടത്തും പോയി വിത്തൗട്ട്. അതെന്നറിയാമോ, അവരെന്റെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് സ്ട്രേഞ്ചർ ആയിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്. അവര് നല്ല ആദ്യം പരിചയമുള്ളവരും ഉണ്ടെന്ന്. അപ്പൊ എനിക്ക് പ്രശ്നമില്ല. സ്ട്രേഞ്ചർ അടുത്ത് മിണ്ടുമ്പോഴത്തേക്കും ഞാൻ ആദ്യ ദിവസം അവരെന്നൊക്കെ ചിരിച്ചു. അവര് മൈൻഡ് ചെയ്തില്ല. അപ്പൊ ഞാനും മൈൻഡ് ചെയ്തില്ല. അത് പിന്നെ ഇവള് പറഞ്ഞു. ഞാനാണെങ്കിൽ വേറെ ഒന്നും ചിന്തിച്ചോണ്ട് നടക്കും. എന്നിട്ട് ഇവരൊക്കെ എന്റെ ഓപ്പോസിറ്റ് വരുമ്പോ ഞാൻ കാണില്ല. പിന്നെ ഇവർക്ക് ഇപ്പൊ ശീലമായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ച് നടക്കായിരിക്കും. സംഭവം ഒരു വലിയ എനിക്ക് കാഴ്ചക്ക് ചെറിയ പ്രശ്നമുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഡേ അങ്ങോട്ട് നോക്കി ചിരിച്ചപ്പോഴത്തേക്ക് അവർ കണ്ടില്ല, അതുകൊണ്ട് തിരിച്ച് റെസ്പോണ്ട്. പക്ഷേ എൻ്റെ റോൾ ഇങ്ങോട്ട് കിട്ടുന്ന അങ്ങോട്ട് കൊടുക്കുമെന്നാണല്ലോ. സോ ഞാൻ പിന്നെ കാണുമ്പോൾ ഒന്നും അവരെ മൈൻഡ് ചെയ്തില്ല. അത് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. സ്നാക്സ് ഒക്കെ ഇങ്ങനെയല്ല നമ്മുടെ ഇവിടെ ഉരുണ്ട കിട്ടുക, ഉള്ളിവട വലുതാ. ഇവിടുത്തെ മറ്റേ ഉള്ളി പക്കോടല്ല, വലുതായിട്ട്. വീണ്ടും നമ്മൾ ഇറങ്ങും. നമുക്ക് നട്ട്സ് വാങ്ങിച്ചില്ലല്ലോ, ക്യാഷ്യൂ നട്ട്. അതിനിടയിൽ നമ്മളൊരു ബുക്ക് സ്റ്റോളിൽ പോകുന്നുണ്ട്. ഈ ബുക്ക് സ്റ്റോളിൽ പേനയൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്, പൂക്കളും. അതാണ് ഞാൻ പൂവിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നത്. ദെൻ ക്യാഷ്യൂ നട്ട് കിട്ടി. ഞാനപ്പോൾ 250 വാങ്ങിച്ച് കണ്ടാക്കി ഞാൻ വീട്ടിൽ പോകും. അതുകൊണ്ട് വീട്ടുകാരെ പൈസയ്ക്ക് ബാക്കി. പിന്നെ ലക്ഷ്മിക്ക് ഐബ്രോ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ ത്രെഡ് ചെയ്യാൻ വേണ്ടി അവൾ കയറി. ഞാനവിടെ പോസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി വാ, ഇവള് പൊതുവെ സംസാരിക്കുന്നില്ലേ, അറിയാത്ത ആളെ കണ്ടോണ്ടല്ലേ ഉണ്ടാകത്തെ. ലക്ഷ്മി തിരിച്ചു പോകുന്ന ദിവസമായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു, ബന്ധുക്കളൊക്കെ. അപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുടെ കൂട്ടത്തിൽ. എനിക്ക് അതാണ് പ്രശ്നമായിരുന്നു. ആദ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കായി മനസ്സിലായപ്പോഴത്തേക്ക് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് എനിക്ക് കംഫർട്ടബിളായിട്ട് മിണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ എനിക്ക് തന്നെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് മിണ്ടാൻ ഒരു കുഴപ്പമില്ല. എന്നാൽ കമ്മ്യൂണിക്കേറ്റ് നോർമലി ചെയ്യാൻ ഭയങ്കര പാടും. ടാറ്റേ ബൈ ബൈ. അത്ര ദൂരം നിന്നിട്ടുള്ള ടാറ്റ മതി. ഫ്ലക്കി ബൈ ബൈ. ലക്ഷ്മിയുടെ വീട് ഇരിങ്ങാലക്കുട നിയറാണ്. പക്ഷെ നമുക്ക് പോകേണ്ടത് തൃശ്ശൂരുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം നമുക്ക് ലക്ഷ്മിയുടെ ബ്രദറെ
വണ്ടിയിൽ കൊണ്ടാക്കാൻ പറഞ്ഞു. വേറൊരു ബ്രദറുണ്ട്, പുള്ളിക്കാരനും അവിടെ തൃശ്ശൂർ പോകാനുണ്ട്. സോ നമുക്ക് കാറിൽ പോകാൻ പറ്റി. അതുകൊണ്ട് ജിയോന്ത് വേറൊന്നും കൊണ്ടില്ല. രാഹുൽ പറഞ്ഞു എൻ്റെ അടുത്ത് ആരും ലിഫ്റ്റ് വെച്ചില്ല, സോ ഞാൻ ആരെയും കൊണ്ടാക്കില്ല, എന്നോട് നിന്ന് ചോദിക്കുന്ന ആവശ്യക്കാരൻ എന്നാലും ഞാൻ കൊണ്ടാക്കുമെന്ന് പറഞ്ഞു. ഞാനത് കേട്ട പാടി ഓടിപ്പോൾ എനിക്ക് ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചു, എന്നെ ലക്ഷ്മിയെ കൊണ്ടാക്കുമെന്ന്. എന്തായാലും നമ്മളെ തൃശ്ശൂർ കൊണ്ടാക്കിയിട്ടുണ്ട്, ചോദിച്ചെങ്കിലും കൊണ്ടാക്കുമെന്ന്, അത് വേറെ കാര്യം. നമ്മൾ അവിടെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ലേറ്റായി. പിന്നെ ഓടിച്ചാടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്, ഞാനും ലക്ഷ്മിയും. ടൈമിനൊരു 5-10 മിനിറ്റിന് മുമ്പാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വരേണ്ട ട്രെയിൻ നേത്രാവതി എന്തോ ആയിരുന്നു തോന്നുന്നു. ഈ സെയിം ട്രെയിനിൽ ആലുവെന്ന് 5-ന് കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിച്ച് അവിടെ ഇരുന്നു. RAC കിട്ടിയത്, അതുകൊണ്ട് ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൽ സ്നാക്സ് കഴിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് ഉള്ളിവടയായിരുന്നു തോന്നുന്നു. പറ ലക്ഷ്മി. പൈസ നീട്ടുന്നുണ്ട്, പൈസ കൈ നീട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ അവരെ മുമ്പ് വെച്ചിട്ടില്ല ഇവിടെ തല്ലോന്ന്, അതുകൊണ്ട് കൈയേ നീട്ടില്ല ഇങ്ങോട്ട്. അങ്ങനെ എന്നെ പോയത്. ആക്ച്വലി ഈ ട്രിപ്പിൻ്റെ പ്ലാനിൽ, തൃശ്ശൂർ നിൽക്കുന്ന പ്ലാനിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അവർ പിന്നെ ലാസ്റ്റ് മാറി. ബട്ട് എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ വാക്ക് പാലിക്കണല്ലോ എന്ന് വെച്ചിട്ട് കൊണ്ട് ഇതാ വരുന്നു. സോ ഇമോഷണലി എനിക്ക് വീട്ടിൽ പോകണമെന്നുണ്ട്, മോറലി എനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ട്. കാരണം ഞാൻ വാക്ക് കൊടുത്തതാണ്. ഞാനെന്തോരം ഒറ്റയ്ക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടില്ല, അപ്പോഴാണ്. എന്നിട്ട് ഞാൻ അവിടെ പോയി നിന്നിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അടിപൊളിയായിരുന്നു, VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പുറത്ത് പോകാനൊക്കെ പറ്റുന്നില്ല. ട്രെയിനിൽ കയറിയ മുതൽ ഫുഡെന്ന് വിളിച്ചുകൊണ്ടിരിക്കും. നമ്മളെങ്ങനെ ഫുഡ് കഴിക്കും, നമ്മളെങ്ങനെ ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഫുഡ് കഴിക്കാൻ കൊണ്ടിരിച്ചിട്ടുണ്ട്. ഞാൻ ബട്ടർ നാനും ബട്ടർ പനീർ മസാലയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ അത് തന്നെയായിരുന്നു അപർണയും. അപ്പോൾ നമ്മളവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഇവിടെ നമ്മൾ ബസ് കയറിയപ്പോഴത്തേക്ക് ലക്ഷ്മി ബസ്സിൽ കയറി കണ്ടക്ടറെ അടുത്ത് ബസ് ഇറക്കാൻ പറഞ്ഞു. കണ്ടക്ടർ പറഞ്ഞെങ്കിലും ഡ്രൈവർ നിർത്തിയില്ല, അങ്ങനെ എന്തോ പറ്റി. ലക്ഷ്മി ആദ്യമേ എത്തി. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് അടുത്ത് വന്ന ബസ്സിൽ കയറി ഹോസ്റ്റലിൽ എത്തിയപ്പോൾ നെക്സ്റ്റ് ട്വിസ്റ്റ്. നമ്മുടെ ലോക്കിൻ്റെ കീ സൈഡിൽ തൂക്കിയിട്ട് വിൻഡോ വെച്ച് ക്ലോസ് ചെയ്യും, മുഴുവൻ അടയ്ക്കത്തില്ല. അത് ഇറുക്കി അടച്ചു ഗായത്രി. സോ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ കൈയിട്ട് എടുക്കാൻ പറ്റുമെന്ന് നോക്കണം, കൈ നീളമുള്ളവർ. ലക്ഷ്മി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് പിടിവിടരുത്. പക്ഷേ കൈനീളം കുറവായതുകൊണ്ട് വെറുതെ ഷോയ്ക്ക് വേണ്ടി അങ്ങ് പോയി നോക്കിയതാ. കൈ അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ താഴോട്ട് ചുമ്മാ നോക്കിയപ്പോഴത്തേക്ക് പൊടിയിൽ എന്തോ ഒരു മെറ്റില് സൂക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു കീ. പിന്നെ നോക്കിയപ്പോൾ മനസ്സിലായി നമ്മുടെ മുമ്പ് കളഞ്ഞ കീയാണ്. അങ്ങനെ നമ്മൾ അപ്പോൾ ഗുഡ് നൈറ്റ്.